വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ നമ്മളിലേക്കൊക്കെ വന്നു ചേർന്ന ഒരു അവസരങ്ങളെക്കുറിച്ചാണ്. പല പല ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലും അവയൊക്കെ അറിഞ്ഞോ അറിയാതെ നമ്മൾ തട്ടിക്കളയാറുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ലിസ് മൻപോട്ടാണ്, മാൻവേ സ്റ്റേഷൻ, കൊച്ചിൻ്റെ ഫ്രണ്ട്ഷിപ്പ് വെൽത്ത് കൊച്ച്. കാലവും സമയവും അവസരങ്ങളും ഒരിക്കലും നമ്മളെ കാത്തു നിൽക്കാറില്ല. അവയെല്ലാം നമ്മളിൽ നിന്ന് സ്ഥായിയായി സ്റ്റേബിളായി നിൽക്കുന്ന കാര്യമേ അല്ല, അവ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ അവയെ ചാടി പിടിക്കുക എന്നുള്ളതാണ്. അപ്പം അത് കഴിയാതെ പോയി പിന്നീട് അവസരങ്ങൾക്ക് വേണ്ടി നമ്മൾ പുറകെ അലഞ്ഞു നടന്നാലും അവ ഒരിക്കലും നമുക്ക് കിട്ടുകയില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഈ അവസരങ്ങൾ നമ്മൾ അതിനുവേണ്ടി ഞാനൊരു 4-5 പോയിന്റുകൾ പറയാം. 4-5 ടൈപ്പുള്ള ആൾക്കാരെ കുറിച്ച് ഞാൻ പറയാം. ഒന്ന്, അവസരങ്ങൾ തേടി നടക്കുന്നവരാണ്. ഈ അവസരങ്ങൾ തേടി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പഠനം കഴിഞ്ഞതായിരിക്കും, നല്ലൊരു ജോലി വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നവരായിരിക്കും, വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒരു പബ്ലിക് സെക്ടറിൽ ഒരു ജോലി വേണം, ബാങ്കിൽ ജോലി വേണം, മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി വേണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടായിരിക്കും, ഒരു വിവാഹത്തിന് വേണ്ടിയിട്ടായിരിക്കും, എനിവേ എന്താണെങ്കിലും അവർ അവസരങ്ങൾ ഇങ്ങനെ തേടി നടക്കും. അവർ പത്രങ്ങളിൽ നോക്കും, ടെസ്റ്റ് എഴുതും, ഇന്റർവ്യൂവിന് പോകും. പിന്നെ അവർ അടുത്ത അവസരങ്ങൾ വരട്ടെ, ഇത് കുറച്ചും കൂടി നല്ലൊരു അവസരം എന്നെ തേടി വരും, അപ്പം അത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവരതിനെ തള്ളിക്കളഞ്ഞ് അടുത്തൊരു നല്ല അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും. അതേസമയം നമ്മൾ കിട്ടിയ അവസരം നമ്മളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് നമുക്ക് വേറെ അവസരങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ വിദേശത്തേക്ക് നമുക്കൊരു ജോലിക്കാണ് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അവസരത്തിൽ നിന്നുകൊണ്ട് തന്നെ കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തി ആ ജോലി ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഹയറായിട്ടുള്ള കാര്യങ്ങൾ അപ്പം നമ്മുടെ കയ്യിലേക്ക് പൈസ, അതിനുള്ള ആവശ്യത്തിനുള്ള പൈസയും എല്ലാം വന്നു ചേരും. കുറച്ച് ഹയറായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ചിന്തിക്കാനും അതിനെ ടെസ്റ്റുകൾ എഴുതാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. അവരിങ്ങനെ അവസരങ്ങൾ, പക്ഷെ അവസരങ്ങൾ പുതിയ അവസരങ്ങൾക്ക് തേടിക്കൊണ്ടേയിരിക്കും. വന്ന അവസരത്തെ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയാതെ പോകുന്നുള്ളതാണ്. രണ്ടാമത്തെ കൂട്ടെന്ന് പറഞ്ഞാൽ അവസരങ്ങളെ നേടിയെടുക്കുന്നവരാണ്. അവരും ടെസ്റ്റുകൾ എഴുതും, പിന്നെ ഇന്റർവ്യൂവിന് പോകും, ഇതുപോലെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവർ എവിടെയെങ്കിലുമൊക്കെ ജോലി ഉണ്ടോയെന്ന് കമ്പ്യൂട്ടറുകളിലും ഒക്കെ അവർ തിരഞ്ഞ്, സൈറ്റുകളിലൊക്കെ തിരഞ്ഞ് അവർ മെയിലുകൾ അയച്ച് അവർ നിരന്തരം, ചിലപ്പോൾ അവർക്ക് കിട്ടിയാലായിരിക്കും, നിരന്തരമായിട്ട് അവരത് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവർക്ക് എന്തെങ്കിലും അവർ ആഗ്രഹിക്കുന്ന ഒരു ജോലി അവർക്ക് അവരുടെ മുമ്പിലേക്ക് ആ അവസരം യൂണിവേഴ്സ് കൊണ്ട് എത്തിക്കും എന്നുള്ളതാണ്. കാരണം നിരന്തരമായി നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരാൻ യൂണിവേഴ്സ് ഏതെങ്കിലും വഴിയിൽ നമ്മളിലേക്ക് അത് കൊണ്ടെത്തിച്ചേരും. അതുകൊണ്ടാണ് അങ്ങനത്തെ ആൾക്കാർ അവരാഗ്രഹിച്ച ജോലി തന്നെ അവർക്ക് കിട്ടും. കാരണം അവരും നിരന്തരമായി അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് പറയുകയും അതിനുവേണ്ടി ആക്ഷൻ എടുക്കുകയും ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഒരാൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും അതിനെ തള്ളിക്കളയുന്നവരും തള്ളി പറയുന്നവരുമാണ്. അത് ഓവർ കോൺഫിഡൻസ് ഉള്ളതാണ്. ഇപ്പം ഒരു അവസരം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്, അപ്പം അവരാദ്യം പറയുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ഇനി അവസരങ്ങൾ വരുമല്ലോ, അപ്പം നോക്കാം, ഇപ്പം എനിക്ക് എൻ്റെതായ കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ വിചാരം, ഇപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുടെ വിചാരം അവരെ തേടി അവസരങ്ങൾ വീണ്ടും 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 വന്നുകൊണ്ടിരിക്കും എന്നാണ്. അവരുടെ ഓവർ കോൺഫിഡൻസ് കാരണമാണ് അവരത് തള്ളിക്കളയുന്നത്. അപ്പം അവരുടെ വിചാരം ഇനിയും തന്നെ തേടി ഇതുപോലുള്ള അവസരങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുള്ളൂ. ഡെഫിനറ്റ് ആണ്, ഒരിക്കലും പിന്നീട് അവർ തള്ളിക്കളഞ്ഞ അവസരങ്ങൾ അവരെ തേടി വരാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അവർക്കത് മനസ്സിലാകത്തില്ല. അവർ വീണ്ടും വീണ്ടും വേറൊരു അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് തൻ്റെ ഓവർ കോൺഫിഡൻസ് കാരണം വേറൊരു അവസരങ്ങൾക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. നാലാമത്തെ ഒരാളെന്ന് പറഞ്ഞാൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നവരാണ്. അവർ അലസന്മാരാണ്. എന്ത് അവസരങ്ങൾ വന്നാലും അവർ പറയും നോക്കാം, ഇനിയുണ്ടല്ലോ സമയം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർക്ക് കിട്ടിയ അവസരങ്ങൾ അവർ നഷ്ടപ്പെടുത്തി കളയുന്നവരാണ്. അവരെവിടെ ചെന്നാലും അവർക്ക് ഇനി ഒരു അവസരം അവരുടെ മുമ്പിലേക്ക് വന്നു ചേരുകയില്ല എന്നുള്ളതാണ്. വീട്ടുകാർ ഒരുപക്ഷെ കല്യാണം കഴിക്കാനായിരിക്കും നിർബന്ധിക്കുന്നത്. അവർ പറയും കുറച്ച് കഴിയട്ടെ, നോക്കാം. അവസാനം അവർക്ക് എവിടെ നിന്നും ഒരു പെണ്ണ് കിട്ടാത്ത ഒരവസ്ഥ വന്നു ചേരും. അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്നാൽ പോലും ഓക്കെ നോക്കാം എന്ന് പറഞ്ഞ് അവർ അവസരങ്ങളെ പാടെ തള്ളിക്കളയും. അവർക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി അവർക്ക് മനസ്സില്ല എന്നുള്ളതാണ്. അവർ അലസന്മാരായിട്ട് ഇങ്ങനെ നടക്കുന്നവരാണ്. അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ തേടി വന്നിട്ട് നഷ്ടപ്പെടുത്തി കളയുന്നവരാണ്.
നമ്മെ തേടി നമ്മുടെ അടുക്കലേക്ക് അവസരങ്ങൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ തവണയൊക്കെ അവ കയറി വരും. അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നതായിരിക്കും. ഇങ്ങനെ കയറി വന്നാൽ പോലും നഷ്ടപ്പെടുത്തി കളയുന്നവരായിരിക്കും. ഞാൻ നിങ്ങളോട് ഒരു കഥ പറഞ്ഞുതരാം. കഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഭവിച്ച കാര്യങ്ങൾ തന്നെ ഞാനൊരു കഥ പോലെ നിങ്ങളോട് പറഞ്ഞുതരാം. ഒരു ഗ്രാമത്തിൽ അജോ എന്നും സിജോ എന്നും പറയുന്ന 2 ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഒരു ചെറിയ ക്ലാസ്സുകൾ മുതൽ അവർ ഒന്നിച്ച് പഠിച്ചാണ്. 2 പേരും ക്ലാസ്സിൽ ഫസ്റ്റാണ്. അവരെ തോൽപ്പിക്കാൻ വേണ്ടി ആർക്കും സാധിക്കില്ല. ഒരു പ്രാവശ്യം അജോയ്ക്കാണ് ഫസ്റ്റ് റാങ്കെങ്കിൽ പിറ്റത്തെ പ്രാവശ്യം സിജോയ്ക്കായിരിക്കും അതിൻ്റെ ഫസ്റ്റ് റാങ്ക് കിട്ടുന്നത്. അതുപോലെ അവർ ചെറിയ ക്ലാസ്സുകൾ മുതൽ പഠിച്ച് +2 വരെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഗോൾഡ് മെഡലോട് കൂടിയാണ് അവർ +2 ഒക്കെ പാസ്സായത്. അപ്പോൾ അവർക്ക് ഗ്രാമത്തിന് വെളിയിൽ പോയിട്ട്, കേരളത്തിന് വെളിയിൽ പോയിട്ട് ഒരു MBA പഠിക്കണം ആഗ്രഹം വന്നു. അവർ 2 പേരും കൂടി അങ്ങനെ MBA പഠിക്കാൻ വേണ്ടി കേരളത്തിന് വെളിയിലോട്ട് പോയി. തിരിച്ചു വന്നത് അവർ പഴയ പോലെ തന്നെ ഗോൾഡ് മെഡലുമായിട്ടാണ്. കാരണം ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച്, ആ ബാച്ചിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച് അവരതുപോലെ അത്രയ്ക്കും ഇതായിട്ടാണ് അവർ തിരിച്ചു വന്നത്. തിരിച്ചു വന്നിട്ട് അവർ ജോലിക്ക് പല സ്ഥലങ്ങളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങി. പല മൾട്ടിനാഷണൽ കമ്പനികളിലും പ്രൈവറ്റ് സെക്ടറുകളിലും അങ്ങനെയൊക്കെ അവർ അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അവർക്ക് 2 പേർക്കും വിദേശത്തൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ അവർ പഠിച്ച HR അല്ലെന്നുണ്ടെങ്കിൽ ഫോറിൻ അക്കൗണ്ടൻസിയിൽ അവർ പഠിച്ച അതിലൊരു ജോലി വേണമെന്നാണ് 2 പേർക്കും ആഗ്രഹം. മാസങ്ങൾ കടന്നുപോയി. അവർ ടെസ്റ്റുകൾ എഴുതും, ഇൻ്റർവ്യൂവിന് പോകും, മെയിലുകൾ അയക്കും. പക്ഷേ ഇവർക്ക് 2 പേർക്കും ജോലി കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അവരുടെ നാട്ടുകാരെല്ലാവരും അവരെ കളിയാക്കാൻ തുടങ്ങി. കാരണം ഗ്രാമത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഈ MBA പഠിച്ച 2 ചെറുപ്പക്കാരായ 2 പിള്ളേർ. പക്ഷെ അവർക്ക് ഇതുവരെ ഒരു ജോലിയൊന്നും കിട്ടിയില്ലെന്ന് അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടുകാരൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പം നാട്ടുകാരൊക്കെ മെല്ലെ കളിയാക്കാൻ വേണ്ടി തുടങ്ങി കഴിയുമ്പോൾ ഇവർക്ക് തന്നെ ഒരു വിഷമമായി. അപ്പോൾ അജോ സിജോയോട് പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഇത്രയും നാളായിട്ടും ടെസ്റ്റുകളൊന്നും എഴുതിയിട്ടൊന്നും നമ്മൾ വിചാരിക്കുന്ന ജോലിയൊന്നും കിട്ടിയില്ല. അപ്പം നമുക്ക് എവിടേക്കും കയറി പോകാനും സാധിക്കുന്നില്ല. സ്വന്തം നാട്ടിലാണെങ്കിൽ ഒരു ജോലി കിട്ടുന്നില്ല. അപ്പം ആ കൂടി കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10,000-10,000 ഒക്കെ രൂപയ്ക്കുള്ള ഒരു ചെറിയ ജോലികളാണ്. അപ്പം അതും ദൂര സ്ഥലങ്ങളിലായതുകൊണ്ട് അവർക്ക് താമസം ഭക്ഷണം അവർക്ക് അത് ശരിയാകുന്നില്ല. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. പക്ഷെ എവിടെ നിന്ന് ഇൻ്റർവ്യൂവിന് ഒരു വിളിയും വന്നില്ല, ഒന്നും വന്നില്ല. അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ ഇറങ്ങിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി സാമ്പത്തികമൊന്നും ഇല്ലാത്ത കുടുംബങ്ങളിൽപ്പെട്ട 2 പിള്ളേരാണ്. ഈ ഗ്രാമത്തിൻ്റെ 2 ഭാഗത്താണ് 2 പേരും താമസിക്കുന്നത്. ടൗണിലുള്ളൊരു വായനശാലയിൽ 2 പേരും കാണും, വരും, ഒത്തുകൂടും, അന്നത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും, പോകും. അങ്ങനെയായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. എവിടെയാണ് ടെസ്റ്റ് എഴുതേണ്ടത്, എവിടേക്കാണ് ഇൻ്റർവ്യൂവിന് പോകേണ്ടത്, എവിടേക്കാണ് നമ്മൾ മെയിൽ ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അജോ സിജോയോട് പറയുന്നത്, നമുക്കൊരു ബിസിനസ് തുടങ്ങാമെന്ന് പറയുന്നത്. പക്ഷേ സിജോ എത്ര പറഞ്ഞാൽ സിജോ സമ്മതിക്കുന്നില്ല. സിജോ അല്പം കൂടി ഒരു സാമ്പത്തികമുള്ളത് ആയതുകൊണ്ട് സിജോ സമ്മതിക്കുന്നില്ല. അപ്പം എന്തായാലും അജോ പറഞ്ഞു, ഞാനൊരു ബിസിനസ്, എന്തെങ്കിലും ഒരു ചെറിയൊരു ബിസിനസ്, നമ്മുടെ അത്യാവശ്യം വട്ടച്ചെലവിനുള്ള പൈസ കിട്ടുമല്ലോ, അപ്പോൾ അത് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അജോ അതിനുവേണ്ടി ശ്രമിച്ചു. അപ്പോൾ സിജോ ചോദിച്ചു, നീ എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ ആഗ്രഹിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഈ കടല വറുത്ത് വിൽക്കാമെന്ന് പറഞ്ഞു. ടൗണിൽ വരുന്ന ആരെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ സിജോ പൊട്ടിച്ചിട്ടുണ്ട് പറഞ്ഞു, നിനക്ക് വേറെ പണിയില്ലേ? ഇത്രയും നമ്മൾ പഠിച്ചിട്ട് ഈ ഗ്രാമത്തിൽ ഇതുവരെ നമ്മൾ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആരും തന്നെ ഇല്ല. ഇത്രയും പഠിച്ചിട്ട് നിനക്ക് ഇതുപോലെ പോയിട്ടൊരു കടല വറുത്ത് വയ്ക്കാൻ വേണ്ടി നാണമില്ലേന്ന് ചോദിച്ചു. കടല എന്ന് പറഞ്ഞാൽ നിലക്കടല, കപ്പലണ്ടി എന്നൊക്കെ നമ്മൾ പറയും. നിനക്ക് നാണമില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അജോ പറഞ്ഞു, വേറെ വഴിയില്ല, എന്തെങ്കിലും നമുക്ക് ഒരു ജോലി കിട്ടുന്നവരെ നമുക്കിത് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ, അതുകൊണ്ട് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ സിജോ എത്ര ശ്രമിച്ചിട്ടും സിജോ സമ്മതിച്ചില്ല. അജോ പക്ഷേ പറഞ്ഞു, എന്തായാലും ഞാനിത് ചെയ്യുക, നീ കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചു. സിജോ പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞു. അജോ എന്തായാലും ടൗണിലുള്ളൊരു കടയുടെ ഒരു സൈഡിൽ ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവച്ച് അവിടെ കുറച്ച് കടലയൊക്കെ മേടിച്ച്, ഒരു ചെനച്ചട്ടിയൊക്കെ മേടിച്ച് വെച്ച് കടല വറക്കാൻ തുടങ്ങി. അപ്പോൾ വഴിയെ കൂടി പോകുന്നവരെല്ലാവരും ഈ അജോയെ നോക്കി ഇങ്ങനെ പരിഹാസപൂർവ്വം ചിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അജോ പക്ഷെ അതൊന്നും കാര്യമാക്കാണ്ട് നിന്നില്ല. അങ്ങനെ കടല ഇങ്ങനെ വറുത്ത് കൊടുക്കും. ചെറിയ കുമ്പിളി പോലെ കൂട് ഉണ്ടാക്കിയിട്ട്, കവറുണ്ടാക്കിയിട്ട് അതിൽ വറുത്ത് എല്ലാവർക്കും കൊടുക്കും. സിജോ വന്നിരിക്കും, പരിഹാസപൂർവ്വം ചിരിക്കും, കളിയാക്കും. പക്ഷെ അജോ അതൊന്നും കേൾക്കാൻ വേണ്ടി നിന്നില്ല. അങ്ങനെ നാളുകൾ കടന്നുപോയി. ഏകദേശം 1 വർഷം ആവാറായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം സിജോ ഈ ടൗണിലേക്ക് വരുന്ന സമയത്ത് അജോ സിജോയുടെ അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് സിജോയോട് ചോദിച്ചു, നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു 500 രൂപ തരാമോ എന്ന് ചോദിച്ചു.
അപ്പം സിജോ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെട്ടു. നിന്നോട് ഞാനിത് ചെയ്യരുതെന്ന് പറഞ്ഞല്ലേ, ആകെ നാണക്കേടാണ്, എല്ലാവരും നിന്നെക്കുറിച്ച് പറയുന്നത് കേൾക്കണം, എല്ലാവരും കളിയാക്കുകയോ അതും ഇതും ചെയ്യുന്നുണ്ട്, നിനക്ക് നാണമില്ലേ, എന്നിട്ട് ഇതുവരെ നീ ചെയ്തിട്ട് ഒരു പൈസ പോലും നിൻ്റെ കയ്യിലുണ്ടായില്ലേ, അങ്ങനെ എന്തു പറഞ്ഞാലും കളിയാക്കലും നാണം കെടുത്തലും കളിയാക്കലും ഇങ്ങനെ പരിഹാസം മാത്രമേ, ഭയങ്കര കൂട്ടാണ്, പക്ഷെ എങ്കിൽ പോലും ഈ നെഗറ്റീവ് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അജോ സിജോയോട് പിന്നീട് ഒരു കാര്യങ്ങളും പറയാതായി. കാരണം എന്തു പറഞ്ഞാലും അവൻ നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ, അതുകൊണ്ട് പറയാതായി. അങ്ങനെ ഒരു ദിവസം സിജോ അന്ന് അജോയ്ക്ക് പൈസ കൊടുത്തില്ല. അപ്പം അജോ ശരിക്കും ചോദിച്ചെന്താ ചേഞ്ചിന് വേണ്ടിയാണ് ചോദിച്ചത്. സിജോ അത് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് പൈസ കൊടുക്കാതിരുന്നത്. അങ്ങനെ ഏകദേശം ഒരു വർഷം ആവാറായി. ഒരു ദിവസം സിജോ ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ടൗണിലേക്ക് പോകാൻ വേണ്ടി തൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന റോഡേ കൂടി ഇങ്ങനെ വിളിച്ച് പറയുന്ന, ജീപ്പിൽ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു പോകുന്ന കേൾക്കാം, യുവസംരംഭകരെ ആദരിക്കുന്നെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ടൗണിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ സിജോയുടെ ഈ കള്ള വറക്കുന്ന തട്ടിനകത്തൊരു കുറച്ച് പേപ്പറുകൾ, ഈ നോട്ടീസ് അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ കുറേ പേര് കൂടി നിൽക്കുന്നുണ്ട്. അജയോട് എന്തൊക്കെയോ വന്ന് പറഞ്ഞിട്ട് തോളത്തൊട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം സിജോ അടുത്തേക്ക് ചെന്നിട്ട് അതിലിരിക്കുന്ന ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കിയപ്പം ശരിക്കും പറഞ്ഞാൽ സിജോ ഞെട്ടിപ്പോയെന്നുള്ളതാണ്. കാരണം അതിനകത്ത് കാണിച്ചിരിക്കുന്ന ആ യുവ സംരംഭകൻ അജോ തന്നെയായിരുന്നു. കാരണം എന്തു പറഞ്ഞാലും നെഗറ്റീവ് പറയുന്നതുകൊണ്ട് ഈ അജോ എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിൽ പോയിട്ട് ഈ പഞ്ചായത്തുകാരോട് ചോദിച്ചു, ഞാനിങ്ങനെ ഇത്ര എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, ഞാനിങ്ങനെ ഒരു ടൗണിൽ നിന്ന് കടല വറുത്ത് എല്ലാവർക്കും കൊടുക്കുവാണ്, ഒരു ജോലിയൊന്നും എനിക്ക് കിട്ടിയില്ല, അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയെങ്കിലും സഹായിക്കുമോ എന്ന് ചോദിച്ചു. പഞ്ചായത്തുകാർ പറഞ്ഞു, ഞങ്ങൾ പുതിയ സംരംഭകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കിവിടെ ഒരു സ്കീമുണ്ട്, അപ്പം നിങ്ങളൊരു ആപ്ലിക്കേഷൻ തന്നേക്ക്, നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ സിജോ വെളിയിൽ ഇറങ്ങിയിട്ട് അതിനുള്ള പേപ്പറുകളും അതിൻ്റെ രജിസ്ട്രേഷനും അതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ വേണം, അപ്പം നിങ്ങൾ അത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അജോ വെളിയിൽ ഇറങ്ങി ഒരു കൺസൾട്ടൻസിയെ വിളിച്ചിട്ട് അതിനുള്ള രജിസ്ട്രേഷനും സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കൺസൾട്ടൻസി ഉണ്ട്, അവരെ വിളിച്ചിട്ട് അവരെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ട് എല്ലാ ദിവസവും തന്നെ ടൗണിൽ വന്ന് ഇത് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പം സിജോയോട് അജോ ചോദിക്കും, നീ പിന്നെ നിന്റെ ജോലിയുടെ കാര്യം എന്തായി? അപ്പോൾ സിജോ പറയുമായിരുന്നു, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാ പേപ്പറുകളും അയക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ ഒന്നും ആയില്ലടാ, എന്നാലും ഞാൻ ഇങ്ങനെ നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കും, എനിക്കിതുപോലത്തെ പണിയൊന്നും പറ്റിയല്ല, അതുകൊണ്ട് പിന്നെ നീ എന്നെ ഇതിലേക്കൊന്നും വിളിച്ചേക്കരുതെന്ന്. അവസാനത്തെ ശ്രമം ഒന്ന പോലെ അജോ സിജോയോട് ചോദിച്ചു, നീ എൻ്റെ കൂടെ കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സിജോ പറഞ്ഞു, ഇല്ല ഞാൻ ഇല്ല. അപ്പം അജോ പറഞ്ഞേടാ, ഞാൻ എൻ്റെ ബിസിനസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി, ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്, അപ്പം നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. സിജോ പറഞ്ഞു, നീ എന്നെ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഒരിക്കൽ നീ എന്നോട് ഇനി പറയരുത്, അതുകൊണ്ട് നീ തന്നെ എന്താ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം അജോ ഈ പഞ്ചായത്തിൽ പോയി ഇതെല്ലാം ചെയ്തതിന് ശേഷം അജോയുടെ ഒരു ബന്ധുവിനെ വിളിച്ചിട്ട് അവരുമായിട്ട് ചേർന്ന് അജോയുടെ വീടിനടുത്ത് തന്നെ ഒരു വീടിനോട് ചേർന്ന് ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ട് അവിടെ അവർ കൂടുതൽ കടല വറുത്ത് പാക്കറ്റിലാക്കാൻ തുടങ്ങി. അത് പല ടൈപ്പ് കടലകൾ, ചെറുകടല, നിലക്കടല, പട്ടാണിക്കടല, ഇങ്ങനെ പല കടലകൾ വറുത്തും മസാല ചേർത്തും പല ഫ്ലേവറുകളാക്കിയിട്ട് അവർ കവറിലാക്കിയിട്ട് അത് ബ്രാൻഡ് ചെയ്തിട്ട് ഈ നിലക്കടല വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കുഞ്ഞു കടലകളുണ്ട്, ആ കടലയെ അവർ വേർതിരിച്ചെടുത്തിട്ട് അത് പായസക്കടല എന്ന് പറഞ്ഞ ഒരു പേരിൽ അവർ ബ്രാൻഡ് ചെയ്തുകൊണ്ട് കടകളിലും വിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോ ദിവസം കഴിയുന്നോറും അജോയുടെ ബിസിനസ് വർദ്ധിച്ച് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ പഞ്ചായത്തിലെ ഏറ്റവും നല്ലൊരു സംരംഭകനായി അജോ മാറിക്കഴിഞ്ഞിരുന്നു ഒരു വർഷം കൊണ്ട്. പക്ഷെ സിജോ ഇത് അറിയുന്നേ ഇല്ലായിരുന്നു. കാരണം എന്തു പറഞ്ഞാലും ഈ നെഗറ്റീവ് പറയുന്നതുകൊണ്ട് അജോ പിന്നീട് ഒന്നും തന്നെ സിജോയോട് പറയാതായി. അങ്ങനെ സിജോ വന്നു അജോയെ കെട്ടിപ്പിടിക്കും. സിജോയ്ക്ക് ശരിക്കും വിഷമം തോന്നിയെന്നുള്ളതാണ്. സിജോ വന്ന് അജോയെ കെട്ടിപ്പിടിച്ചെങ്കിലും എൻ്റെ ഉള്ളിൽ തേങ്ങുന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് തവണ ഈ അവസരം തൻ്റെ മുമ്പിലേക്ക് വന്ന് തൻ്റെ സുഹൃത്ത് വെച്ച് നീട്ടിയിട്ടും അതെല്ലാം പുറംകാലം കൊണ്ട് തട്ടിക്കളഞ്ഞ് ഇനിയിപ്പോൾ ആ ഒരു അവസരം സിജോയ്ക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം ആ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വേറൊരാൾ വന്നു കഴിഞ്ഞു. അവരിനി അതവിടെ നിന്ന് മാറത്തില്ല. അപ്പം ഇതുപോലെയാണ് നമ്മുടെ അവസരങ്ങൾ. നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളിൽ അവസരം നമ്മളെ തേടി വരും. ആ തേടി വന്നാലും നമ്മൾ അവയെ അറിഞ്ഞോ അറിയാതെ പുറംകാലം കൊണ്ട് തട്ടിക്കളയും. പിന്നീട് ഒരിക്കലും നമ്മളത് തേടി നടന്നാലും ഇറ്റ് ഈസ് ഇംപോസിബിൾ. അവ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കൽ പോലും വന്നു ചേരത്തില്ല. അത് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് അവസരം ചെന്ന് ചേർന്നിട്ടുണ്ടാകും. അപ്പോൾ അടുത്തൊരു നല്ലൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.
അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.